ക്രൈസ്തവനുണ്ടായിരിക്കേണ്ട ഒരു പുണ്യമാണ് റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. സർവ്വോട് പറഞ്ഞ് ഹല്ലേലൂയ. ക്രൈസ്തവനെപ്പോഴും എന്തുണ്ട്? പ്രത്യാശയുണ്ട്. കൊണ്ട് അവിടെ പറയും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. സർവ്വോട് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിൻ്റെ കരം ബൈബിളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ വചനങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ വചനം, ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങൾ തകർച്ചകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ പറയാൻ സാധ്യതയുണ്ട്, ദൈവം എന്നെ ഉപേക്ഷിച്ചു. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവം എന്നെ മാറ്റി നിർത്തിയിരിക്കുക, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു, ദൈവത്തിന് എൻ്റെ നെല്ലുവിളി ദൈവം കേൾക്കുന്നില്ല. ഇതൊരുപാട് മക്കൾ പറയുന്നൊരു പ്രശ്നമാണ്. ഒരു പ്രശ്നം വരുമ്പോഴേ ദൈവം നമ്മെ ഒരിക്കലും ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. റോമാലേഖനത്തിൻ്റെ 11:1-2 വചനം അതാണ്. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായൊരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു വലിയൊരു വിശ്വാസം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ വാരി പുണരുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം നമ്മെ മുറുകെ പിടിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയും, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. ആ ഒരു വലിയൊരു വിശ്വാസ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ പോവുക. ഇത് വലിയൊരു അനോയിൻറ്റിങ്ങിനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു പോകാം. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു വലിയൊരു അനുഭവമാണ്. അത് അയർലൻഡിൽ ഒരു 3-4 വർഷം മുമ്പാണ്. അയർലൻഡിൽ ഡബ്ലിങ്ങിലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, ബൈബിൾ കൺവെൻഷൻ, നമ്മുടെ സഭയുടെ വലിയൊരു കൺവെൻഷൻ. അപ്പോൾ കൺവെൻഷന് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് എന്നെ അവർ താമസിപ്പിച്ചത്. ആ വീട്ടിൽ നിന്നാണ് ഞാൻ വചനം ക്ലാസ് കൊടുക്കാനും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ആ വീട്ടിൻ്റെ കുടുംബനാഥനോട് പറഞ്ഞു, അച്ഛാ, ഈ നാട്ടിൽ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഈ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി രോഗമുണ്ട്, അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമോ, അച്ഛൻ ഇവരെല്ലാം വീടുകൾ കൂടെ ഒന്ന് പോകാവോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അവിടുത്തെ പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പോകില്ല, എനിക്ക് പോകാൻ ഈശോ അനുവദിച്ചിട്ടില്ല, എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. കാണിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അവിടെ ഡബ്ലിങ്ങിലുള്ള പള്ളിയിലോട്ട് കൊണ്ടുപോകും, നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അവർ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം എനിക്ക് ശുശ്രൂഷ തീരുന്നതിൻ്റെ തലേദിവസം എനിക്ക് തോന്നുന്നു, ശുശ്രൂഷ തീരുന്നതിൻ്റെ തലേദിവസം ഞാനിങ്ങനെ വൈകുന്നേരത്തെ ശുശ്രൂഷയെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലോട്ട് പോരുക, അവൻ്റെ വണ്ടിയിൽ കയറി പോരുകയാണ്. ഇപ്പോൾ വണ്ടിയും കൂടി വരുമ്പോൾ സാധാരണ വരുന്ന വഴിയിൽ നിന്ന് മാറി ഒരു ഇടുങ്ങിയ ചെറിയൊരു വഴിയിലൂടെ വണ്ടി ഓടിച്ച് വളരെ സ്ലോ വെച്ചാൽ ഒരു 20 മൈൽ സ്പീഡ് പോലുമില്ല, അത്രയും സ്ലോയി വണ്ടി ഓടിക്കും. ഞാൻ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവനോട് പറഞ്ഞു, നീ എന്താ പതുക്കെ വണ്ടി ഓടിക്കുന്നത്, എന്താ ഈ വഴിക്കല്ലല്ലോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്, എന്താ കാരണം? വെറുതെ ജസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, അച്ഛാ വിഷമം തോന്നരുത്, അതെ ഒരു മലയാളികളുടെ ഒരു വീട് ഇങ്ങനെ ഈ പോകുന്ന വഴിയുടെ വലസൈഡായിട്ടിങ്ങനെ ആ വീട്ടിൽ കഴിച്ചു കൊണ്ടിട്ട് പറഞ്ഞു, അച്ഛാ ഈ വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പോകുന്നു. സ്ഥലപ്പെടുത്തി പറഞ്ഞ് ഹല്ലേലൂയ. അവർ ഈ വീട്ടുകാർ വേണ്ടി എന്താണ് ഇങ്ങനെ പോകുന്ന കാര്യം, യേശുവേ നന്ദി. പറഞ്ഞു, അച്ഛാ ആ വീട്ടിൽ 3 കുഞ്ഞുങ്ങളുണ്ട്, 3 കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമാണ്. അപ്പോൾ ഓട്ടിസം കാരണം ആ കുടുംബം ആകെ തകർന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ വീടുകളിൽ കൂടെ വരികയല്ലെങ്കിൽ നീ വൈകുന്നേരം അച്ഛനെയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ കൊണ്ടുപോകും, ഞങ്ങൾ വീടിനകത്ത് നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പ്രൈസ് ഹല്ലേലൂയ. കേട്ടപാടെ എനിക്ക് ആകെ ഒരു വല്ലായ്മ പോലെ, എന്തൊരു അസ്വസ്ഥത പോലെ, എനിക്കൊരു ആകെ വിഷമമായി പോയി കേട്ടപ്പോൾ. അവരുടെ വിശ്വാസം ഒരു ഭയങ്കര സ്ട്രോങ് ഫെയ്ത്ത്, നല്ലൊരു വിശ്വാസം, ഇതെല്ലാം കണ്ട് പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ പ്രതി വണ്ടി പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്നു. കാരണം നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ വേദനിച്ചിരിക്കുന്ന ചില മക്കൾ കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നടന്ന് നേരെ വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ വരുമ്പോൾ ഈ വാതിൽ ബെല്ലടിച്ചു. അപ്പോൾ ഇവർ 2 ഡോറുള്ള വലിയ വീടാണ്. അപ്പോൾ അത് ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറന്നപ്പോൾ ഞാൻ നോക്കുമ്പം അകത്ത് ഈ അപ്പനും അമ്മയും കൂടെ മുട്ടുമേന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇവനിങ്ങനെ ഫോണിൽ കൂടെ അറിയിപ്പ് കൊടുത്തിരുന്നു ഇതിൽ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇവരവിടുന്ന് കരഞ്ഞു പ്രാർത്ഥന. ഞാൻ പെട്ടെന്ന് വാതിൽ തുറക്കാൻ തുറന്നു, അകത്തോട്ട് കയറി നടുമുറിയിലോട്ട് ചെന്ന്. നടുമുറി ചിലപ്പം കസേരകളൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളരെയധികം അത് രോഗം ഇതിൻ്റെ മാക്സിമം ലെവലിൽ നിൽക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് IQ ലെവൽ പറയുകയാണെങ്കിൽ ഒരു മൈനസ് എന്ന് പറയാം, അതുപോലത്തെ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഈ കുട്ടികൾ ഇവർ ഒരു മുറിയിലാണ് ഇവർ 3 കുട്ടികളെ ഒരുമിച്ച് പൂട്ടിയിട്ടിരിക്കുക എന്ന് പറയാൻ പറ്റും. ഒരു പ്രത്യേക രീതിയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അപ്പോൾ ചെന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയിട്ട് ഈ വാതിലിങ്ങ് തുറന്നപ്പോഴത്തേക്ക് ഈ അകത്തെ ഒരു വാതിൽ തുറന്നപ്പോഴത്തേക്കും ആ വാതിൽ ഈ 3 കുഞ്ഞുങ്ങളും കൂടെ കണ്ട് നടുമുറിയിലോട്ട് വന്നു. അതെങ്കിലും ബഹളം വെച്ചോണ്ട് അച്ഛനാണെന്നോ ഒന്നോ പ്രാർത്ഥനയാണെന്നോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ബോധവും ഇല്ലാത്ത, ഒരു സുബോധമില്ലാത്ത കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ പേരൻസ് രണ്ടുപേരും ആവിട്ട് കരയുക. അപ്പം എനിക്ക് പെട്ടെന്ന് ഈശോയെ എന്താ ഇതിൻ്റെ കാരണം എന്താ സ്ഥലം കൊടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഒരു പൈശാചിക ബന്ധനമാണ് ഈ വീട്ടിൽ, നീ ഒന്ന് ബന്ധിക്കാം. അപ്പം ഞാനാകെ അപ്പോൾ എനിക്ക് ശരിക്കും ഈശോ എന്നോട് ചില സമയത്ത് എനിക്ക് ഈശോയുടെ ഒത്തിരി കരുണ കിട്ടാറുണ്ട്. എൻ്റെ ഗുണം കൊണ്ടല്ല, തമ്പുരാൻ്റെ കരുണ കൊണ്ടല്ലാണ്ട് നമ്മൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതൊന്നും എൻ്റെ കഴിവ് കൊണ്ടൊന്നുമില്ല. എനിക്കൊന്നും ചിലപ്പോൾ ഞാൻ പറയും എനിക്കൊന്നും അറിയത്തില്ല. കാരണം സത്യം പറയാൻ അറിയത്തില്ല. പല കാര്യങ്ങളുടെയും ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പ്രസിലോഷ് ഉത്തരം ദൈവത്തിൻ്റെ കൈ മാത്രം. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഇത് പറയുകയും അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ഈ മുറിക്കകത്തോട്ട് ഇങ്ങനെ നടുമുറിലുണ്ട്. ഈ ടെലിവിഷനൊക്കെ ഇവരിങ്ങനെ പൊക്കിയ വെച്ചിരിക്കും. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം തട്ടിമറിച്ചിട്ട് കുഞ്ഞുങ്ങൾ വീഴും. വാതിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ റോഡിലോട്ടൊക്കെ ഇറങ്ങും. ഇപ്പോൾ എങ്ങോട്ടോ പോകുന്നു പറയാനൊന്നും പറ്റത്തില്ല, അത്ര വിഷമം പിടിച്ച. അപ്പോൾ യേശു അപ്പോൾ ബന്ധിക്കാൻ. അപ്പോൾ ഞാൻ നടുവ് മുറിയുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ വീടിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റിയുടെ തിന്മയുടെ ശക്തിയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറയും. എൻ്റെ ഈശോ തന്നു. ഈശോൻ്റെ ഉള്ളൊരു കാര്യം പറഞ്ഞു. ഞാൻ അതേപോലെ ഞാൻ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ ആകാശാല മുറി വല്ല പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. ഒരു സ്പിരിറ്റ് ഒന്നും എനിക്കൊന്നും മനസ്സിലാകുന്നു. പക്ഷെ സിമ്പിൾ വിത്തൗട്ട് ഒന്നും അറിയുന്നില്ല. പക്ഷെ വിശ്വാസത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസം വെച്ച് ബന്ധിച്ചു. അപ്പം അതിനുശേഷം ഞാൻ അനമ്പളമൊക്കെ തളിച്ചു. എൻ്റെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവരാൻ കുട്ടികളെ കൊണ്ട് പിടിക്കുമ്പോഴത്തേക്കും വല്ല വയലൻ്റാണ് പാവങ്ങൾ. ഈ കുഞ്ഞുങ്ങളെക്കാളും നമുക്ക് സങ്കടം അവരുടെ പേരൻസിനെ കൊടുത്തു. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഇതെല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അവരുടെ പേരൻസാണ്. അവരുടെ കണ്ണുനീരാണ്. ശരിക്കും വലിയ വേദനയാണ്. അപ്പോൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ തലയൊക്കെ വെച്ച് കുരിശ് വരച്ചു. 3 കുഞ്ഞുങ്ങളങ്ങ് പോവും. കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റാത്ത വയലൻ്റാണ്. കഷ്ടിച്ചൊരു പ്രാർത്ഥന എല്ലാം കൂടെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചോളാം ഞാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി കാപ്പി പോലും കുടിച്ചു. കാരണം അങ്ങനെ കാര്യത്തിന് വേണ്ടി പോയതല്ലല്ലോ. നമ്മൾ വെറുതെ പോയ വഴിക്ക് വെച്ചുണ്ടായ ഒരു അനുഭവം. പോയ വഴിക്ക് വെച്ച് പെട്ടെന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി ഞാൻ എന്നെ കൊണ്ടുപോയി ആളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. 2 ദിവസം കഴിയുമ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോരുന്ന സമയം തിരിച്ചു പോകും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് എൻ്റെ സ്നേഹിതൻ ബാബു എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. അച്ഛൻ ഒരു വലിയൊരു മിറക്കിളുണ്ടായിട്ടുണ്ട്. എന്താണോ, നമ്മളൊന്നൊരു വീട്ടിൽ പോയില്ല. ആ വീട്ടിലെ അമ്മ കുഞ്ഞുങ്ങൾ മൂത്തത് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടിട്ടുണ്ട്. പ്രിസലോഷ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല. പ്രിസലോഷ്. കാരണം വിശ്വസിക്കാഞ്ഞതിൻ്റെ കണച്ചിൽ അതൊരു സാധാരണ ഒരു രോഗം പോലല്ല. അതൊരു ഞാൻ പല കുട്ടികളും ഓട്ടിസ്റ്റിക്കുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെക്കാളൊക്കെ ഒരു 100 മടങ്ങ് കൂടുതലാണ് ഈ കുഞ്ഞുങ്ങളുടെ രോഗം. അപ്പം ഞാൻ പറഞ്ഞു ഉവ്വ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ വെറ്ററിച്ചും സംസാരിച്ചില്ല. പിറ്റേ വർഷവും അതിനടുത്ത് അവിടെ സ്ഥലത്ത് ഡബിളിങ്ങിനടുത്ത് ലിമറിക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് അവർ കൺവെൻഷനെ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ മിറക്കിളുണ്ടായി. അന്ന് അവിടുത്തെ അച്ഛന്മാർ ഇവരോട് പറഞ്ഞു, അച്ഛാ ഇന്നൊരു കുട്ടിക്ക് അച്ഛൻ ആദ്യ കുർബാന കൊടുക്കണം. പ്രിസലോഡ് കൺവെൻഷൻ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു കൺവെൻഷൻ ഇടയ്ക്ക് ഞാൻ ആദ്യ കുർബാന കൊടുക്കുന്നു. പ്രിസലോഡ് അത് വേറെ ചടങ്ങല്ലേ, 2 ചടങ്ങല്ലേ. അല്ലൊരു പ്രത്യേക കേസ് അച്ഛൻ നേരിട്ട് കണ്ടിട്ട് അച്ഛൻ പറയും. പ്രിസലോഡ്. അപ്പം ഞാനിങ്ങനെ കുർബാനയ്ക്ക് ഒരുങ്ങി കുർബാനയ്ക്കായിട്ട് ആൾക്കാരെ ഒരുപാട് ഞാൻ നോക്കുമ്പോണ്ടേ ഈ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിസലോഡ്. 13 വയസ്സ് 14 വയസ്സ് പ്രായമുള്ള കുട്ടിയാണത്. ആ കൊച്ച് വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇത് മുന്നിൽ വന്നിക്കുക. ഇതിനാണ് കുർബാനയും കൊടുത്തത്. പ്രിസലോഷ്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ സമൂഹങ്ങളുള്ള ഏറ്റവും വലിയ രോഗം ഞാൻ പറയും ക്യാൻസർ അല്ല, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗമല്ല. ഇതിനേക്കാളൊക്കെ എന്നുള്ള ഏറ്റവും വലിയ രോഗങ്ങളാണ് ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി രോഗം. പ്രിസലോഷ്. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം പിടിപെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അവരുടെ വേദന. ഈശോ എനിക്ക് തന്നിരിക്കുന്നത് വലിയൊരു ബോധ്യം ഞാൻ പറയുകയാണ്.
ഇതൊരു സാധാരണ ഒരു രോഗം. ഇതൊരു പലപ്പോഴും ഇതൊരു കുടുംബ പാരമ്പര്യമല്ല, പാരമ്പര്യ രോഗമേ അല്ല. ചിലർ വളരെ ചുരുക്കമുള്ള പാരമ്പര്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനകത്തെ കണ്ടൻറ്റ് പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ തന്നെ കാണാൻ പറ്റുന്നത് പെട്ടെന്ന് ഉണ്ടാവുക. ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടായിട്ട് 2-3 വർഷമൊന്നും ഒരു കുഴപ്പമില്ല, അതിനുശേഷം പെട്ടെന്ന് ചേഞ്ച് വരിക. അത്തരം പേരൻസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒത്തിരി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇത് ലോകത്തിൽ നടക്കുന്ന ചില തിന്മയുടെ ശക്തികളുടെ പരിണിത ഫലങ്ങളാണ് ഇന്ന് പല കുഞ്ഞുങ്ങളെയും കയറി ഉപദ്രവിക്കുന്നത്. സ്വരമോടത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തണം, പാപ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഒളിക്കുമ്പോൾ അപ്പോൾ പൈശാചിക ശക്തികളുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകും. ക്രിസ്തുദോഷം കുഞ്ഞുങ്ങൾക്കായിരിക്കും. ഒരു ദേശത്ത് ഇപ്പോൾ വീട്ടിലൊരു പക്ഷെ തിന്മ ഉണ്ടാകുന്നത് പോലും ഇല്ല. വീട്ടിൽ തിന്മ ഉണ്ടാകണമെന്ന് വീട്ടിലുള്ള അപ്പനമ്മമാരൊക്കെ വിശുദ്ധ ജീവിതം നയിക്കുന്ന, പക്ഷേ അതിന് ചുറ്റുപാട് അല്ല ദേശത്ത് ഇങ്ങനെ കൊലപാതകങ്ങൾ, ഗർഭഛിദ്രങ്ങൾ, വ്യഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രം, സൈറ്റൻ വർഷിപ്പുകൾ, ബ്ലാക്ക് മാസുകൾ, ഇങ്ങനെയുള്ള ചില തിന്മയുടെ മേഖല നടക്കുന്ന സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അവിടെ ശരീരത്തിനിട്ട് കയറി പെട്ടെന്ന് കയറി അടിക്കും, ഭയങ്കരമായിട്ട് അടിക്കും. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങളെ പലപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു രോഗമില്ലെങ്കിൽ പോലും കൂടെ അഭിഷേകമുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ അഭിഷക്തരുടെ വൈദികരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസമോ 2 ദിവസത്തെ പ്രയർ പോരാ. എന്തെങ്കിലും രോഗം വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, തുടർച്ചയായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈവെപ്പ് പ്രാർത്ഥന കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തൊക്കെ പലവിധ പൈശാചിക ബന്ധനങ്ങൾ കുഞ്ഞുങ്ങളെ കയറി അടിച്ചു കഴിഞ്ഞ് അത് ഞാൻ ഒത്തിരി അനുഭവത്തിൽ പറയുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്റ്റ് എടുത്ത് ഞാൻ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, വീട് അവിടെ നിന്ന് മാറിക്കോളാം, പിന്നെ കുട്ടികളുടെ സുരക്ഷ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഇത് കുഞ്ഞുങ്ങളെ മാത്രമല്ല, മുതിർന്നവരെയും ഇത് കയറി ആക്രമിക്കും. ആരെയും കയറി ഇത് ഉപദ്രവിക്കാമെന്നൊന്ന്, വൈദികരെ പോലും ഉപദ്രവിക്കുക, സന്യസ്തരെ ഉപദ്രവിക്കുക, ദൈവമക്കൾ. അത് രോഗങ്ങളുടെ രൂപത്തിൽ തന്നെയല്ല, മറ്റ് പലതരത്തിൽ കയറി ഈ തിന്മയുടെ ശക്തികൾ നമ്മളെ ആക്രമിക്കുക. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള ശ്രദ്ധിച്ച് കേട്ടണം. അവനിത് പറഞ്ഞപ്പോൾ ദാനിയേലായ ഞാൻ വിറയലോടെ നിവർന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ദാനിയേലിനോട് യുദ്ധം ചെയ്യുന്നു. ടെറിട്ടോറിയൽ സ്പിരിറ്റ് എന്ന് പറയും. അതാണ് ഈ എക്സോർസിസ്റ്റുകാർ പഠിപ്പിക്കുന്ന ഒരു വചനം. ഇതാണ് സഭയിലുള്ള ഇങ്ങനെയുള്ള മേഖലയുമായി ബന്ധപ്പെടുന്ന വചനങ്ങൾ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകൾ. ടെറിട്ടോറിയൽ സ്പിരിറ്റ്, ചില ദേശത്തെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികൾ കാണും. അതിൻ്റെ ഒരു ആധിപത്യം കാണും. ചില ദേശത്തിൻ്റെ മേലെ ചില സ്പിരിറ്റ്സിൻ്റെ ആധിപത്യം കാണും. അപ്പോൾ അതുകൊണ്ട് ആ ദേശത്തൊന്നും വളരെയാണ് ഒരു കാര്യം വളരെ, പ്രത്യേകിച്ച് ആത്മീയ വളർച്ച അല്ലെങ്കിൽ കുടുംബത്തിൽ പല വളർച്ച ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവർ പഠിപ്പിക്കുക. വളരെ വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഇത്തരം ദൈവശാസ്ത്രന്മാർ കാര്യം പഠിപ്പിക്കുക. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലപാതകങ്ങൾ, അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, അല്ലെങ്കിൽ വ്യഭിചാരങ്ങൾ, മ്ലേച്ഛകരമായ സ്വവർഗരതികൾ, അതുപോലെ തന്നെ കുടുംബക്കല, ഇങ്ങനെയുള്ള മേഖലകൾ നിൽക്കുമ്പോൾ അവിടെ തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം അതിഭയങ്കരമായിട്ട് ആ ദേശത്തുണ്ടാകും. അതാണ് പ്രത്യേകിച്ചുള്ളത്. അപ്പോൾ ഈ സ്വവർഗരതികളൊക്കെ അത് ഈ ബൈബിളിൽ മുഴുവൻ കാണാം. ബൈബിളിൽ കാണാതിന് ശേഷം ഹോമോസെക്ഷൽസ്, ലെസ്ബിയൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ചുറ്റുപാടുകളിൽ ഉള്ളവർക്ക് രോഗപീഠകൾ കൂടുതലായിരിക്കും, പൈശാചിക തകർച്ചകൾ ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക സംഭവമാണത്. അതൊരു തിന്മ. അതൊന്നും അവിടെ ബന്ധിച്ച് ശരിക്കും ബഹിഷ്കരിച്ചില്ലെങ്കിൽ ഈ സ്പിരിറ്റുകൾ ഇവരെ നമ്മൾ ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. അണക്കരയിൽ ദൈവം തരുന്ന വലിയൊരു ഗ്രേസിലൊന്നാണ് ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കർത്താവ്, ഒരുപാട് കുഞ്ഞുങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ. ആദ്യത്തെ ഒരു വലിയ സംഭവം ഉണ്ടായത് ആലപ്പുഴയിലുള്ള ഒരു സിസ്റ്റർ, ഒരു അവിടെ 40 രൂപത നടത്തുന്ന സാന്ത്വൻ എന്ന പേരിലുള്ള ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കേന്ദ്രമുണ്ട്.
ആ കേന്ദ്രത്തിൻ്റെ ഇൻചാർജായ ഒരു സിസ്റ്റർ കുറേ കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ തന്നെ ഒരു വണ്ടിയെ കയറ്റിക്കൊണ്ട് ഒരു ആദ്യ ശനിയാഴ്ച അവിടെ പ്രയറിനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം കുട്ടികൾ അവരുടെ പേരൻസിനെയും കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ ടഫാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരിടത്തേക്ക് പോവുക. ആലപ്പുഴ നടക്കര എത്തണമെങ്കിൽ ബസ്സിന് വരണമെങ്കിൽ നോർമൽ ടൈമിലാണെങ്കിൽ 3.5 മണിക്കൂർ 3.5 മണിക്കൂർ മതി. പക്ഷേ അന്ന് അവരെത്തുമ്പോൾ 8 മണിക്കൂറിലെത്തി. കാരണം ഈ കുട്ടികൾ ഒരുപാട് ഡിസ്റ്റർബഡ് ആയിരുന്നു. വാഹനത്തിൽ നിന്നുകൊണ്ട് ഭയങ്കര ബഹളവും ഭയങ്കര പ്രശ്നവും. ഒരു കുട്ടി, പ്രത്യേകിച്ചൊരു അക്രൈസ്തവനായ ഒരു കൊച്ച്, അതിൻ്റെ പേര് ഉണ്ണി എന്ന കൊച്ചിൻ്റെ പേര്. ആ കൊച്ചിനാണ് ഇത് രോഗം വളരെ കൂടുതലാണ്. അങ്ങ് വണ്ടിയെ കയറിയപ്പം വയലൻ്റായിരുന്നു, മൊത്തം വയലൻ്റ്. രാവിലെ ഒരു 10 മണിക്ക് എങ്കിലും അവിടെ എത്തണമെന്ന് കരുതിയാണ് അവർ വീട്ടിൽ നിന്ന് അവർ തിരിച്ചതെങ്കിലും എത്തിയപ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞു. ശുശ്രൂഷ 3 മണിയാവും തീരും. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും കുർബാനയൊക്കെ തീരാറായി. അപ്പോൾ ആകെ സങ്കടമായി. പോകുന്നവർക്ക് സിസ്റ്ററിനോട് ആളുകൾ ചൂടാവുന്നുണ്ട് ഇടയ്ക്ക്. കാരണം സിസ്റ്റർ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തത്, ഈ കുട്ടികളെയും കൊണ്ട് ഇത്രയും ലോങ് ട്രിപ്പ് നടത്തണം, ഇതെന്നാ ഇവിടെ ഇല്ല, അങ്ങനെയുണ്ട് കുറേ വിമർശനം. സിസ്റ്റർ കരച്ചിൽ, സിസ്റ്റർ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ. അപ്പോൾ അവിടെ പള്ളിമുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി, ഈ കൊച്ചാണ് ഏറ്റവും, ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും കൊച്ചിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പിടി വെച്ചിട്ട് ഒറ്റ ഓട്ടം. അപ്പോൾ പള്ളിക്കകത്തോട്ട് കയറി ഓട്ടുക. പക്ഷെ അപ്പോൾ സിസ്റ്ററും അതുപോലെ തന്നെ ഈ അമ്മയും കൂടെ, കൊച്ചിൻ്റെ അമ്മയും കൂടെ ഈ കുട്ടിയുടെ പുറകെ ഓടുക. അപ്പോൾ ഈ സംഭവം, അപ്പോൾ ആ സമയത്ത് അച്ഛൻ എല്ലാവരുടെയും തലയൊക്കെ വെച്ച് എനിക്ക് പ്രാർത്ഥിച്ചു പോയൊരു സമയമാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അവരുടെ അസ്വസ്ഥര, മൊത്തം ഇവരെല്ലാം കൂടെ വല്ല ടെൻസ്ഡായിട്ട് നിൽക്കുക. പെട്ടെന്ന് ഈശോ, അപ്പോൾ ഇവരിങ്ങനെ ഇതിന് സിസ്റ്ററും ഈ അമ്മയും കൂടെ ഈ കൊച്ചിന് പുറകെ ഓടുന്നു. അപ്പോൾ ഞാനിത് കാണുന്നു. പെട്ടെന്ന് എന്തോ എനിക്കറിയാം, ഈശോ എൻ്റെ ഉള്ളിൽ പറയാണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞു, ആരും പിടിക്കേണ്ടത്, എല്ലാവരും മാറാം, എല്ലാവരും മാറി, ആരും കൊച്ചിനെ പിടിക്കേണ്ടത്. അപ്പോൾ കൊച്ചിങ്ങനെ ഓടിങ്ങി വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വന്നപ്പോൾ കൊച്ചിങ്ങനെ പെട്ടെന്ന് ഈശോനെ പറഞ്ഞു, ഇച്ചിരി ആനാമ്പള്ളം അങ്ങ് തളിക്കാൻ പറഞ്ഞു. വേറെ ഒന്നിനെ പറഞ്ഞു, അതിനോട് അടുത്തോട്ട് പോകണ്ട, ദൂരം തന്നെ ആനാമ്പള്ളം. അപ്പം ദൂരം ശരിക്കും 10-15 മിനിറ്റ് ഞാൻ ദൂരം ഇങ്ങനെ ആനാമ്പള്ളം ഇങ്ങനെ നീട്ടി തെളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഹന്നാമ്പളത്തിന് ഭയങ്കര പവറാട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹന്നങ്ങൾ ഭയങ്കര കൃപ കിട്ടുന്ന സംഭവമാണ്. സഭ ആശീർവദിച്ച് നമുക്ക് തരുന്ന നമ്മുടെ ഡെയിലി ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാം. ഇങ്ങനെ ഹന്നാമ്പളം ഇങ്ങനെ തളിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു അത്ഭുതമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ സമയം ഈ വയലൻ്റ് ആയിരിക്കുന്ന കൊച്ചങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. ഈ ആനമ്പളത്തുള്ളിലേക്ക് വീണപോലെ ശരിക്കും ആ ടൈമിൽ അവിടെ വെച്ച് കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചു സൗഖ്യപ്പെട്ടു. കൊച്ചു തിരിച്ച് വണ്ടിയെ കയറി, ബസ്. പിന്നെ കൊച്ചിന് ഒരു ടെൻഷനും ഇല്ല. ഈ കുഞ്ഞെ കൂടെ തിരിച്ച് ഇവർ പറയാണ്, ബസ്സൊക്കെ ഇരിക്കുമ്പം ഈ കുഞ്ഞ് അമ്മയുടെ മടിയിലോട്ട് കിടന്നു, സുഖമായിട്ടൊന്ന് ഉറങ്ങി. അങ്ങ് ചെന്നു, എഴുന്നേറ്റു. കൊച്ചിന് എന്താ സംഭവിച്ചറിഞ്ഞാൽ അവർ പറയാണ്, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി സ്വന്തം അമ്മയോട് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 7 ദിവസം കഴിയുന്നില്ല, ഒരു 10 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ടു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 100% സൗഖ്യപ്പെട്ടിട്ട് അവിടെ സാന്ത്വൻ എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് അവിടെയല്ല, ഇപ്പം പഠിക്കുന്നത് നോർമൽ സ്കൂളിലോട്ട് കൊച്ചിനെ അവർ മാറ്റി. പ്രൈസ് ദി ലോർഡ്. കംപ്ലീറ്റ് ആയിട്ട് മാറി ഹീലിംഗ് നടത്തും. ഹല്ലേലൂയ. എനിക്കൊരു 100 കണക്കിന് അനുഭവമുണ്ട്. ഇതേ കേസിൽ 100 കണക്കിന് അനുഭവം. പലതും പറയാറുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഒരുപാട് കോച്ചിങ്ങും പരിപാടിയും കേൾക്കുമ്പോൾ ഞാനൊന്നും പറയാറില്ല. കുറച്ച് ഈ വിശ്വാസത്തിൻ്റെ ഒരു തലമാണിത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവവിശ്വാസത്തിൻ്റെ തലത്തിലൂടെ മാത്രമേ ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണോട്, സുവിശേഷത്തിൻ്റെ കണ്ണിക്കൂടെ നോക്കിയാലേ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ലോകത്തിൻ്റെ കണ്ണുകളിൽ കൂടെ നമുക്ക് ഉത്തരം കിട്ടും, പക്ഷേ ഉത്തരം അപൂർണമായിരിക്കും. സർവ്വത്തെ പറയാം ഹല്ലേലൂയ. ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ പല കാര്യങ്ങൾക്കും ഉത്തരം കൊടുക്കും, പക്ഷേ അത് അപൂർണമാകും. പക്ഷെ സുവിശേഷം അത് അപൂർണമല്ല. സുവിശേഷം അപൂർണമായിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാനത് ശരിക്കും അത് സുവിശേഷം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം. യേശുനാമത്തിൽ
ബന്ധനമഴിയണമേ, കെട്ടുകൾ പൊട്ടണമേ, ബന്ധനമഴിയണമേ, കെട്ടുകൾ പൊട്ടണമേ, ബന്ധനമഴിയണമേ, കെട്ടുകൾ പൊട്ടണമേ, ബന്ധനമഴിയണമേ, കരമഴിയണമേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ അഭിഷേക, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരകുളിയർത്തി പിടിക്കട്ടെ, കരകുളിയർത്തി പിടിക്കട്ടെ. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം. എല്ലാ ബന്ധനങ്ങളും അടിക്കണം കർത്താവ്. കർത്താവ് ദേശത്തെ മുഴുവൻ അങ്ങയുടെ കരുണ കടലിൽ കാഴ്ചവെക്കുന്നു. ദിവ്യകാരണീശോയെ, ഈ കൂട്ടായ്മയുടെ മുഴുവൻ മക്കളോടും ഇവിടെ കുടുംബങ്ങളോടും ഈ ദേശത്തോട് കരുണയായിരിക്കണം. പൈശാചിക തകർച്ചകൾ അനുഭവിക്കുന്ന മക്കൾ, രോഗപീഠകളും സാമ്പത്തിക തകർച്ചകളും കുടുംബ പ്രശ്നങ്ങളും മക്കളുടെ ബന്ധനങ്ങളും അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ തകർന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മ ഈശോയെ എന്നോട് കരുണയ്ക്കായിട്ട് അവരുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കേൾക്കണമേ. നാനാജാതി മക്കളുടെ ബന്ധനങ്ങൾ കെട്ടുകൾ അടിച്ചവരെ രക്ഷിക്കണം കേട്ടോ. രണ്ട് കരം ഉയർത്തി ഈ കുമാരന്റെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെ എന്ന് വിളിക്കട്ടെ.